നമസ്കാരം ടീച്ചേഴ്സ്. ഓണം ചലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം മഹാബലിയുടെ വീഡിയോ നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. ഈ മഹാബലിയുടെ വീഡിയോ നമുക്ക് തയ്യാറാക്കാനായിട്ട് 3 സ്റ്റെപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് 1 മഹാബലിയുടെ ഒരു ചിത്രം തയ്യാറാക്കണം. സ്റ്റെപ്പ് 2 അതിന് സംസാരിക്കാൻ ആവശ്യമായ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക. ഞാനൊരു സ്ക്രിപ്റ്റ് സാമ്പിളിന് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട LPBS സ്കൂളിലെ PTA അംഗങ്ങളെ, മാതാപിതാക്കളെ, നാട്ടുകാരെ, സ്നേഹപൂർവമായ ഓണാശംസകൾ. ഈ വർഷത്തെ സ്കൂൾ ഓണാഘോഷം വരുന്ന ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഗംഭീരമായി ആഘോഷിക്കുന്നു. ഓണപ്പാട്ടുകളും ഓണക്കളികളും ഓണസദ്യയും ഉൾപ്പെടെ കെങ്കേമമായ പരിപാടിയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഈ ആഘോഷത്തെ കൂടുതൽ മനോഹരമാക്കും. വരൂ, നമുക്ക് ഒരുമിച്ച് ഓണം അടിച്ചു പൊളിക്കാം എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. 3-ാമതായിട്ട് അനിമേറ്റ് യൂസിങ് യൂട്യൂബ് ക്രിയേറ്റ്. നമുക്ക് യൂട്യൂബ് ക്രിയേറ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യാനുള്ളത്. ഫ്ലോ ഉപയോഗിച്ച് ചെയ്യാവുന്നവർക്കും ചെയ്യാം. നമുക്ക് രണ്ടും ഇടയിൽ മിക്സ് ചെയ്തൊക്കെ ചെയ്യാം. എനിവേ, നമുക്ക് യൂട്യൂബ് ക്രിയേറ്റ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്പ് 3യുടെ ഭാഗമായിട്ട് ഞാൻ ABCD ഓരോ സ്റ്റെപ്പുകളായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് ഇത് നോക്കി ചെയ്യാം, വീഡിയോ നോക്കുകയും ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റെപ്പ് 1 ആണ്. സ്റ്റെപ്പ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്? മഹാബലിയുടെ ചിത്രം തയ്യാറാക്കുക. അപ്പോൾ അതിനെ കോപ്പി എടുത്തിട്ട് ChatGPT ഓർ ജെമിനി, നമുക്ക് സൗകര്യം ഏതാണോ അത് നോക്കി ചെയ്യാം. അപ്പോൾ ചിത്രം വന്നു. നമുക്കതിനകത്ത് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള ചിത്രം നമുക്ക് സ്വീകരിക്കാം. ഞാൻ ഈ ചിത്രമാണ് എടുക്കുന്നത്. ഡൗൺലോഡ് കൊടുത്തു. ഇനി നമുക്ക് എന്താ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മഹാബലിയുടെ ഒരു ചിത്രം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മഹാബലി സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് 8 സെക്കൻഡുള്ള AI വീഡിയോ തയ്യാറാക്കും. അപ്പോൾ ഈ സ്ക്രിപ്റ്റാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇതതുപോലെ കോപ്പി എടുക്കാം. മുകളിലത്തെ 3 ഡോട്ട് എടുത്തു, കോപ്പി കൊടുത്തു. ഇത് നമുക്ക് ChatGPTയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അറ്റാച്ച് ചെയ്യാനുണ്ടായിരുന്നു. അറ്റാച്ച് ഓൾറെഡി ഈ ഇമേജിൽ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് അറ്റാച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ മെമ്മറിയിലെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇതിൻ്റെ മെമ്മറിയിൽ ഇവിടെ കിടപ്പുള്ളത് കൊണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റെപ്പ് 2. ഇപ്പം എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞുതരാം. ഞാൻ കൊടുത്തത് എൻ്റെ പ്രോംപ്റ്റ് ഇതായിരുന്നു. അതായത് ഒരു ദീർഘമായ ഇത് മുതൽ ഇതുവരെ വരുന്ന ഈ ടെക്സ്റ്റുകൾ, ഇത്രയും നീളമുള്ള ടെക്സ്റ്റിനെ 8 സെക്കൻഡിൻ്റെ വീഡിയോയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് തരാനാണ് ഞാനിവിടെ ആവശ്യപ്പെട്ടത് ഈ പ്രോംപ്റ്റിനകത്ത്. അപ്പോൾ എങ്ങനെയാണ് അത് ChatGPT തയ്യാറാക്കി തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്രയും കണ്ടോ, പ്രിയപ്പെട്ട എന്ന് പറയുന്ന നാട്ടുകാരി, ഇത്രയും 8 സെക്കൻഡോളം വരും. അതിന് വേണ്ടുന്ന പ്രോംപ്റ്റാണ് ഈ കാണിക്കുന്നത്. കണ്ടല്ലോ, ഇത് ഒരു ആദ്യത്തെ വീഡിയോയ്ക്കുള്ളതാണ്, ക്ലിപ്പ് 1. രണ്ടാമത്തെ വീഡിയോയുടെ പ്രോംപ്റ്റ് 3, 4, 5, 6 6 നോക്കട്ടെ.
കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് വഴിയെ നോക്കാം. ആദ്യത്തെ നമുക്ക് ChatGPT തയ്യാറാക്കി തന്ന ആദ്യത്തെ പ്രോംപ്റ്റ് നമുക്ക് എടുക്കാം. കോപ്പി ചെയ്യുക. യൂട്യൂബ് ക്രിയേറ്റ് ഓപ്പൺ ആക്കുക. ഇനി നമ്മൾ യൂട്യൂബ് ക്രിയേറ്റിലായിരിക്കും വർക്ക് ചെയ്യുക. ChatGPTയിലെ വർക്ക് കഴിഞ്ഞു. യൂട്യൂബ് ക്രിയേറ്റ് ഓപ്പൺ ആക്കിയിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ആദ്യം കാണുന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് വീഡിയോ. നമ്മുടെ മഹാത്മാഗാന്ധി സോറി നമ്മുടെ മഹാബലിയുടെ ഈ ചിത്രമാണല്ലോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നത്. ആ ചിത്രത്തിന് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അറ്റാച്ച് ചെയ്യാനായിട്ട് താഴെയായിട്ട് എന്തുണ്ട്, പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മഹാത്മാഗാന്ധിയെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് മഹാത്മാഗാന്ധി വന്ന് പെട്ട മഹാബലിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫസ്റ്റ് പ്രോംപ്റ്റ് ആണെന്ന് ഉറപ്പിച്ചോണം. സ്റ്റെപ്പ് 1 ക്ലിപ്പ് 1. ഇതിന് ഇതുവരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതായിരുന്നു ആദ്യത്തെ ക്ലിപ്പിൻ്റെ. അതിനെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ വേണം പേസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് സെൻഡ് പ്രോസസ്സ് കൊടുക്കുമ്പോഴത്തേക്കും ജനറേറ്റ് ചെയ്ത് തുടങ്ങും. നമുക്കങ്ങനെ എല്ലാ ക്ലിപ്പുകളും ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറയുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും കൂടെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ വർക്കും ഇതിനകത്ത് തന്നെ ചെയ്യാൻ സാധിക്കും. ഈ 8 വീഡിയോസും ആഡ് ചെയ്യണം, പിന്നെ അതിന് ടെക്സ്റ്റ് കൊടുക്കണം, മ്യൂസിക് കൊടുക്കണം. ഇത്രയും ജോലിയാണ് നമുക്ക് അതിനകത്തുള്ളത്. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ ഒരെണ്ണം ഫെയിലായി. നമുക്ക് വീണ്ടും ശ്രമിക്കാം, ട്രൈ ചെയ്യും. ഞാൻ പ്രതീക്ഷിക്കുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് പകരം ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. തുടർന്ന് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അത് തന്നെ നമുക്ക് അടുത്ത ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഇമേജിൽ മാത്രം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഇമേജിനെ കൊടുക്കാം. തുടർന്നുള്ള എല്ലാ വീഡിയോയിലും നമ്മൾ ഈ തയ്യാറാക്കി തരുന്ന ആദ്യത്തെ വീഡിയോ ക്ലിപ്പിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുമല്ലോ, അതിനെ നമ്മൾ തുടർന്ന് ഉപയോഗിക്കും. നോക്കാം. പ്രിയപ്പെട്ട LPBS സ്കൂളിലെ PTA അംഗങ്ങളെ, മാതാപിതാക്കളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട LPBS സ്കൂളിലെ PTA അംഗങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാനിത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നേരെ നിൽക്കുന്ന ഈ പൊസിഷനിൽ വെച്ചൊരു സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യുന്നു. കിട്ടിയല്ലോ. ഇനി അതിനകത്ത് ആ ക്രോപ്പ് ചെയ്ത ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗാലറി എടുക്കുകയാണ്. ക്രോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പെൻ ടൂൾ എടുക്കാം. ഹാർട്ടിൻ്റെ അടുത്ത് പെൻ ടൂളുണ്ട്. നിങ്ങളുടെ ഫോണിൽ വേറെ ടൂളായിരിക്കും, അത് ഏതാണെന്ന് മനസ്സിലാക്കി ക്രോപ്പ് ചെയ്യാം. ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് വേണം അടുത്ത ക്ലിപ്പുകൾക്കൊക്കെ കൊടുക്കാൻ. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ബാക്ക്ഗ്രൗണ്ട് ആയിപ്പോകും.
നമുക്ക് രണ്ടാമത്തെ വീഡിയോ തയ്യാറാക്കാനായിട്ട് പ്രോംപ്റ്റ് എടുക്കാം. ക്ലിപ്പ് 2. ഇനി നമ്മളിവിടെ താഴെ ജനറേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതുവഴിയായിരിക്കും ഇനിയുള്ള വീഡിയോസൊക്കെ ജനറേറ്റ് ചെയ്യുക. ജനറേറ്റ് വീഡിയോ, ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ഉണ്ട്, അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കണം. ChatGPT തയ്യാറാക്കി തന്ന നമ്മൾ കോപ്പി ചെയ്ത് ഇതിൻ്റെ രണ്ടാമത്തെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹപൂർവമായ ഓണാശംസ. ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് തിരുത്തലുകൾ വരുത്താം. ഓക്കെ ആണെങ്കിൽ സെൻഡ് പ്രോംപ്റ്റ്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് തയ്യാറാക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ വീഡിയോ തയ്യാറാകുന്ന സമയം നമുക്ക് അടുത്ത ക്ലിപ്പ് എടുക്കാം. മൂന്നാമത്തെ ക്ലിപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലിപ്പിന് വേണ്ട പ്രോംപ്റ്റ് നമ്മൾ എടുത്തു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹപൂർവമായ ഓണാശംസകൾ. യൂസ് വീഡിയോ, ജനറേറ്റ് വീഡിയോ കൊടുത്ത് പേസ്റ്റ് ചെയ്യുക, ചിത്രം അറ്റാച്ച് ചെയ്യുക, സെൻഡ് കൊടുക്കുക. ഇത് മൂന്നാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് നാലാമത്തത് എടുക്കാം. യൂട്യൂബ് ക്രിയേറ്റ് പ്രോംപ്റ്റ് മുതൽ നമ്മുടെ ഡയലോഗ് വരുന്നത് വരെ സെലക്ട് ചെയ്യാം. ഈ വർഷത്തെ സ്കൂൾ ഓണാഘോഷം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഗംഭീരമായി ആഘോഷിക്കുന്നു. ഈ വർഷത്തെ സ്കൂൾ ഓണാഘോഷം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഗംഭീരമായി ആഘോഷിക്കുന്നു. നമ്മുടെ AI കോഴ്സ് വളരെയധികം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് അധ്യാപകർ നമ്മുടെ കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ് നേടുന്നുണ്ട്. നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്നു എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒത്തിരി ആവശ്യമുണ്ട്, നിങ്ങളുടെ സജഷൻസ് ആവശ്യമുണ്ട്. നോക്കാം ഇത്തവണ ഇത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. ഈ വർഷത്തെ സ്കൂൾ ഓണാഘോഷം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഗംഭീരമായി ആഘോഷിക്കുന്നു. വലിയ കുഴപ്പമില്ലാതെ അത് കിട്ടിയേ. നമുക്ക് അടുത്ത പ്രോംപ്റ്റ് എടുക്കാം. ജനറേറ്റ് വീഡിയോ. ഇനി ഫാസ്റ്റായിട്ട് പോകാമല്ലോ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓണം കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം ചെയ്യുന്നത് നമ്മുടെ കോഴ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം.
ഒരു ഭാഗത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും മറ്റേത് അഡ്വാൻസ് എന്ന് പറയുന്നത് AI വീഡിയോ മാത്രമാണ്. ഇത്തരത്തിലുള്ള AI വീഡിയോ മാത്രം പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അതിനോടൊപ്പം ക്ലാസ് റൂം റീൽസൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളെ ഉദ്ദേശിച്ചാണ് ആ രണ്ടാമത്തെ കോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് കൂടുതൽ വീഡിയോ എഡിറ്റിങ്ങും AIയുടെ അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ പഠിക്കാൻ സാധിക്കും. അതിൻ്റെ നിർദ്ദേശം ഈ ഓണം കഴിഞ്ഞ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പുറത്ത് ഉള്ള അധ്യാപകർക്ക് ഈ കോഴ്സ് ചെയ്യാം. അവർക്ക് കുറച്ച് ഫീസ് കൂടുതലായിരിക്കും, നിങ്ങൾക്ക് കുറവായിരിക്കും. നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഈ ആഘോഷത്തെ കൂടുതൽ മനോഹരമാക്കും. അവസാനത്തെ ഓക്കെ, അപ്പോൾ പുതിയ കോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്വാൻസ് ആണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ AI ഏജൻറ്റിൻ്റെ സഹായത്താൽ തയ്യാറാക്കാനും കൂടാതെ വീഡിയോ എഡിറ്റിംഗ് കൂടുതൽ മികച്ച രീതിയിൽ ചെയ്യാനും ഇത് ക്ലാസ് റൂമിൽ വീഡിയോ എഡിറ്റിംഗ് കൂടുതൽ ബെറ്റർ ആക്കാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന കോഴ്സാണ് പുതിയ കോഴ്സ്. അത് പൂർണ്ണമായും വീഡിയോ കോഴ്സാണ്. വീഡിയോ റെക്കോർഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. സപ്പോർട്ട് എന്തായാലും ഉണ്ടാകും, നിങ്ങൾക്കറിയാലോ. നമ്മുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ രണ്ടാമത്തെ കോഴ്സ് പൂർണ്ണമായിട്ടും വീഡിയോ കോഴ്സാണ്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് വീഡിയോ നൽകും. ആ വീഡിയോ നിങ്ങൾക്ക് സാവകാശം നിങ്ങളുടെ സമയം പോലെ കണ്ട് ചെയ്താൽ മതിയാവും. അതിനകത്ത് ലൈവ് ക്ലാസ് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വരൂ, നമുക്കൊരുമിച്ച് ഓണം അടിച്ചു പൊളിക്കാം. എനിവേ, നമ്മുടെ എല്ലാ ക്ലിപ്സും കിട്ടി. 2, 3, 4, 5 5 കിട്ടി. ഏതോ ഒന്ന് വിട്ടു. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്രിയപ്പെട്ട LPBS സ്കൂളിലെ PTA അംഗങ്ങളെ, മാതാപിതാക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹപൂർവമായ ഓണാശംസകൾ. ഈ വർഷത്തെ സ്കൂൾ ഓണാഘോഷം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഗംഭീരമായി ആഘോഷിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഈ ആഘോഷത്തെ കൂടുതൽ മനോഹരമാക്കും. വരൂ, നമുക്കൊരുമിച്ച് ഓണം അടിച്ചു പൊളിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് പ്ലേ ചെയ്തപ്പോൾ എനിക്ക് 1-2 കറക്ഷൻസ് തോന്നി. ഇവിടെ ഈ ഭാഗം നമുക്ക് വേണ്ട, ഇങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അതെന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അതിനെ ഞെക്കി പിടിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ടൂൾ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. സ്പ്ലിറ്റ് അതിന് വേണ്ടിയിട്ട് ഒരിക്കലും കൂടെ കാണിച്ചു തരാം. അൺഡു, പ്ലേ ബട്ടണിൻ്റെ തൊട്ടടുത്ത് അൺഡു ഉണ്ട്, ഒരു ആരോ കർവ് ചെയ്തിരിക്കുന്നത് കാണാമല്ലോ. അൺഡു കൊടുത്തിട്ട് ഒരു കൂടെ കാണിച്ച് ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. നമുക്ക് എവിടെ വെച്ചാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് താഴെ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ടൂൾ കാണിക്കും. സ്പ്ലിറ്റ് കണ്ടല്ലോ, ഒരു കത്രികയാണ്. സ്പ്ലിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഡിലീറ്റ് ബട്ടൺ ഏറ്റവും അവസാനമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഡിലീറ്റ്. അപ്പോൾ അത്രയും ഭാഗം ഡിലീറ്റ് ആയി. വരൂ, നമുക്കൊരുമിച്ച് ഓണം അടിച്ചു പൊളിക്കാം. കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ഓരോ ട്രാൻസിഷൻ എഫക്റ്റാണ് നമുക്ക് അടുത്ത് കൊടുക്കാനുള്ള. ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്ലിപ്പ് കഴിഞ്ഞിട്ട് ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം.
ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഏത് തരം ട്രാൻസിഷനാണ് ഇതിനകത്ത് കൊടുക്കേണ്ടതെന്നുള്ള കാണിക്കും. ഡിസോൾവ് ഉണ്ട്. എല്ലാവർക്കും ഇങ്ങനെയായിരിക്കും ഡിസോൾവ്. അതായത് ഒരു ക്ലിപ്പിൽ നിന്ന് അടുത്ത ക്ലിപ്പിൽ വരുമ്പോൾ ഡിസോൾവ് കൊടുത്താൽ ഇങ്ങനെയായിരിക്കും. ഫെയ്ഡ് ടു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. വൈറ്റ്, വൈപ്പ്, നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടാനാണ്. ഒരു ക്ലിപ്പിൽ നിന്ന് അടുത്ത ക്ലിപ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്ന ആ ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞത് വൈറ്റ് കളറിൽ കാണും, ട്രാൻസിഷൻ ആയത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹപൂർവമായ ഓണാശംസകൾ. ഓരോന്നിനും ഓരോ ഇത് കൊടുക്കാം. ഈ വർഷത്തെ ഡിസോൾവ് കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. വരൂ. ട്രാൻസിഷൻ്റെ ഡ്യൂറേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കൂട്ടി കൊടുക്കാം. വരൂ, നമുക്കൊരുമിച്ച് ഓണം അടിച്ചു പൊളിക്കാം. നല്ല രസമായിട്ടാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട LPVS സ്കൂളിലെ PTA അംഗങ്ങളെ, മാതാപിതാക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹപൂർവമായ ഓണാശംസകൾ. ഈ വർഷത്തെ സ്കൂൾ ഓണാഘോഷം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഗംഭീരമായി ആഘോഷിക്കുന്നു. യെസ് ടീച്ചേഴ്സ്, നമ്മളത് ആ സ്റ്റെപ്പ് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ടെക്സ്റ്റ് എൻട്രി ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്കൂളിൻ്റെ പേര് LPBS എന്നാണ്. LPBS. ഒരു പേര് സ്ഥലം കൊടുക്കാം, വെള്ളനാട്. ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് ആ ടെക്സ്റ്റിന് എഡിറ്റ് ചെയ്ത് താഴെ എഡിറ്റ് ബട്ടൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്റ്റൈൽ കൊടുത്ത് കഴിഞ്ഞാൽ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സൈസ് വർദ്ധിപ്പിക്കാൻ, ഫോണ്ട് മറ്റൊരു രസകരമായ ഫോണ്ട് കൊടുക്കാം. കളറ്, ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ റേഡിയസ് ഒന്ന് ചേഞ്ച് ചെയ്ത് ബോൾഡ് കൊടുത്തു. ഔട്ട്ലൈൻ, ഷാഡോ നിർബന്ധമില്ല. ഷാഡോ വേണം. കളറുണ്ട്, കളറാണ് ഞാൻ നോക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാം.
കളർ, ബാക്ക്ഗ്രൗണ്ട്, ഫോർമാറ്റ്, ഔട്ട്ലൈൻ. തിക്നെസ് ഒരല്പം ഒന്ന് കൂട്ടി. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഞാൻ എടുത്ത് ഇവിടെ വയ്ക്കാം. സ്കൂളിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഈ ടൈപ്പ് ചെയ്ത് നമുക്ക് അവസാനം വരെ കിട്ടാനായിട്ട് ഞാനൊന്ന് വലിച്ച് അവസാനം വരെ വയ്ക്കാം. എഡിറ്റ് ബട്ടൺ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേഞ്ചസ് വരുത്താവുന്നതാണ്. എനിക്ക് മാറ്റങ്ങളൊന്നും ആവശ്യമില്ല. ഡൺ കൊടുക്കും. അപ്പോൾ വീഡിയോ തയ്യാറായി. എല്ലാ ക്ലിപ്പുകളും നമ്മൾ തയ്യാറാക്കി. തുടർന്ന് ട്രാൻസിഷൻ എഫക്റ്റ് കൊടുത്തു, ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു മ്യൂസിക്കും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സൗണ്ട് എന്ന് പറയുന്ന താഴെ കാണിക്കുന്ന ഓപ്ഷൻ കൊടുക്കുക. സൗണ്ട് ഓണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഈ ഓണം BGM ഒന്ന് കേട്ടോട്ടെ. ഓക്കെ, അതെടുത്തേ. ഇനി അത് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ശബ്ദം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ മഹാബലിയുടെ ശബ്ദം ഡിസ്റ്റർബ് ആയി. പ്രിയപ്പെട്ട LPBS സ്കൂളിലെ PTA അംഗം. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കുക? വോളിയം കുറച്ചാൽ മതി. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ആ ക്ലിപ്പ് സെലക്ട് ആയിരിക്കണം അല്ലേ. ആ വോയിസ് പച്ച കളറിൽ കാണുന്നതാണ് വോയിസ്. ആ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് വോളിയത്തിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വോളിയം കുറച്ച് വയ്ക്കും. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്രിയപ്പെട്ട LPBS സ്കൂളിലെ PTA അംഗങ്ങളെ, മാതാപിതാക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹപൂർവമായ ഓണാശംസകൾ. ഈ വർഷത്തെ സ്കൂൾ ഓണാഘോഷം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഗംഭീരമായി ആഘോഷിക്കുന്നു. ഒരല്പം കൂടെ വോളിയം കൂട്ടാം. നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഈ ആഘോഷത്തെ കൂടുതൽ മനോഹരമാക്കും. ഓക്കെ, വരൂ, നമുക്കൊരുമിച്ച് ഓണം അടിച്ചു പൊളിക്കാം. അപ്പോൾ നമ്മൾ 35 സെക്കൻഡ് കാണിക്കുന്നുണ്ട്. 35 സെക്കൻഡുള്ള ഒരു വീഡിയോ തയ്യാറാക്കി. ഇനി കഴിഞ്ഞിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളതിനെ മനോഹരമാക്കി ഇനി മാറ്റും. ആദ്യം മുതലുള്ള ഒരു കാര്യങ്ങൾ ഒന്ന് ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, ഈ ചാനൽ എടുത്തിട്ട് പറയുന്നതായിരിക്കും ബെറ്റർ. സ്റ്റെപ്പ് 1ൻ്റെ ഭാഗമായിട്ട് നമ്മൾ മഹാബലിയുടെ ഒരു ചിത്രം തയ്യാറാക്കി. സ്റ്റെപ്പ് 2ൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കി? സ്റ്റെപ്പ് 2ൻ്റെ ഭാഗമായിട്ട് ഈ ഡയലോഗ്, ഇത്രയും സ്ക്രിപ്റ്റാണുള്ളത്, സംസാരിക്കുന്ന ഡയലോഗുകൾ ഇത്രയാണ് വേണ്ടത്. അതിനെ നമ്മൾ തയ്യാറാക്കി എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഇത് ChatGPTയിൽ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ChatGPT നമുക്ക് തന്നിട്ടുണ്ട്, ഇതുപോലെ തയ്യാറാക്കി തരും. എത്രയാണോ നമ്മുടെ ഇത് അതിൻ്റെ ആവശ്യം വന്നു. ഇപ്പോൾ 6 എണ്ണമാണ് ഇതിനകത്ത് കിട്ടിയത്. 6 എണ്ണത്തിനെയും നമുക്ക് 1 by 1 ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ക്രിയേറ്റ് പ്രോജക്റ്റ് എടുത്തു, ജനറേറ്റ് വീഡിയോ കൊടുത്തു. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഹാബലി ആദ്യം ബ്ലാങ്ക് ആയിരിക്കും. ഫസ്റ്റ് ക്ലിപ്പ് ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിരിക്കും. തുടർന്ന് ഓരോ
പ്രോംപ്റ്റുകളായിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ ചെയ്യുകയാണ് ചെയ്തത്. കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് നമ്മൾ ഈ വീഡിയോയുടെ മാത്രം അവസാനം വന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയതാണ് ഇത്. ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നമ്മൾ കറക്റ്റ് സൈസാക്കിയിട്ട് രണ്ടാമത്തെ വീഡിയോ മുതൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്ത് വെച്ച വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിനെ ഔട്ട് എടുക്കണ്ടേ, അതല്ലേ പ്രധാനം. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു അപ്പ് ആരോ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ വീഡിയോ ലോങ്ങർ ദാൻ ട്രാക്കേഴ്സ് അലൗഡ് ലെങ്ത് എക്സ്പോർട്ട് വിത്തൗട്ട് ഓഡിയോ എന്നാ പറയുന്നത്. ഓഡിയോ ഫയല് കണ്ടിന്യൂ. അപ്പോൾ ഓഡിയോ ഫയലാണ് നമ്മുടെ എനിമി. ഓഡിയോ ഫയലാണ് എനിമി. അപ്പോൾ ഈ ഓഡിയോ ഫയലിനെ മാറ്റിയ പ്രശ്നം തീർന്നു. അപ്പോൾ അതിനൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കട്ടെ. സേവ് ടു ഡിവൈസ്. അപ്പോൾ ഈ ഓഡിയോ ഫയൽ നമുക്കിപ്പോൾ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് വായിക്കട്ടോ അല്ലെങ്കിൽ VNO പോലുള്ള സോഫ്റ്റ്വെയറിനകത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഓഡിയോയെ നമുക്ക് അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഓക്കെ, അത് നമുക്ക് എക്സ്പോർട്ടായി വന്നു. നമുക്ക് നോക്കാം ഗാലറിയിൽ വന്നിട്ടുണ്ടോ. യെസ്, 35 സെക്കൻഡുള്ള LPVS സ്കൂളിലെ PTA അംഗങ്ങളെ, മാതാപിതാക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹപൂർവമായ ഓണാശംസകൾ. ഈ വർഷത്തെ സ്കൂൾ ഓണാഘോഷം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഗംഭീരമായി ആഘോഷിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഈ ആഘോഷത്തെ കൂടുതൽ മനോഹരമാക്കും. വരൂ. 35 സെക്കൻഡുള്ള വീഡിയോ നോക്കി കിട്ടിക്കഴിഞ്ഞു. വീഡിയോയുടെ സൈസ് എത്രയാണ് വരുന്നത്? 36 MB ആണ് സൈസ് വരുന്നത്. ഈ സൈസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. 36 MB വാട്സപ്പിൽ ചിലപ്പോൾ കയറിയില്ല എന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 100 MB ഒക്കെ വരുമായിരിക്കാം. അതങ്ങനെയുള്ള ഫയലുകളെ നമുക്ക് എങ്ങനെ ചെറുതാക്കാം എന്ന് ഗൂഗിൾ എടുക്കുക. കംപ്രസ് വീഡിയോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറേ സൈറ്റുകൾ വരും. ഇതിലേതെങ്കിലും ഞാൻ ആദ്യത്തെ സൈറ്റ് എടുക്കുക, ഫ്രീ കൺവേർട്ടർ എന്ന് പറയും. അതിനകത്ത് നമ്മുടെ ഫയലിനെ ചൂസ് ഫയൽ കൊടുത്തിട്ട് നമ്മുടെ ഫയൽ പറഞ്ഞു കൊടുക്കുക. അൺടൈറ്റിൽഡ് 2026 ഏറ്റവും അവസാനം ആദ്യം കിടക്കുന്ന തമ്പിൻ്റെ താഴെ കിടക്കുന്ന MP4 വീഡിയോ ആണ് എൻ്റെ ഫയൽ. അത് സെലക്ട് ചെയ്തു. എന്തോ ഇഷ്യൂ വന്നു, എനിക്കൊന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കംപ്രസ് നമുക്ക് കൊടുക്കാം. കംപ്രസ് നൗ. മുപ്പത്തി 38 സെക്കൻഡാണ് വന്നത്. 30 സെക്കൻഡിനകത്തൊക്കെ ആണെങ്കിൽ
നമുക്ക് ഓഡിയോയും കൂടെ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് ചില നിയമങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. യൂട്യൂബ് വീഡിയോ ഒക്കെ ഓരോരോ ഇത്ര സെക്കൻഡൊക്കെ ഉള്ളൂ, മറ്റേ പ്രൈവസിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇത്ര സെക്കൻഡുള്ള വീഡിയോ മാത്രമേ അലവുകയുള്ളൂ. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വന്നത്. നമുക്ക് പ്രശ്നമില്ല, മ്യൂസിക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ക്വായ്ക്കട്ട് പോലുള്ള സോഫ്റ്റ്വെയറിൽ കൊണ്ടുപോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണം. നേരത്തെ ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്താണ് ഇത്രയും സമയം എടുക്കുന്നത് അറിയില്ലല്ലോ. എന്നാൽ ഡൗൺലോഡ് കൊടുത്ത് നോക്കാം. വരുന്നില്ല. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. ചാനലുണ്ട്. ചാനലിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഇത് നോക്കാവുന്നതാണ്. ഓലാപ്സ് AI അപ്ഡേറ്റ്. തുടർന്ന് നമ്മുടെ ഈ ചാനലിലായിരിക്കും ഈ കാര്യങ്ങൾ അത്രയും, ഇനി AI-യുമായി ബന്ധപ്പെട്ട നമ്മുടെ അപ്ഡേറ്റുകൾ അത്രയും ചാനലിൽ വരും. കൂടാതെ ഗ്രൂപ്പിലും വരും. രണ്ടിലും ഉണ്ടാവും. ഗ്രൂപ്പിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത്. ചാനൽ അപ്ഡേറ്റ്സ്, AI-യുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാനാണ്. ഒത്തിരി സമയം പിടിക്കുന്നു. അത് എന്തായിരുന്നാലും കംപ്രസ് ചെയ്ത് കിട്ടും. അപ്പോൾ ആ ഡൗൺലോഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഗാലറിയിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചോദിക്കാൻ മറക്കണ്ട, മടിക്കണ്ട. അപ്പോൾ 3 സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇത് തരും. ഇത് യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്ത് തരും. നിങ്ങളത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി. നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.